ഹായ് ഹലോ എവ്രിവൺ. FIUGP MDC മാത്സിലെ മൊഡ്യൂൾ 3 ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമുക്കതിൻ്റെ ഇക്വേഷൻസ് നോക്കാം. ഡിസ്കൗണ്ട് കാണാനുള്ള ഇക്വേഷനാണ് മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കാണാനാണെങ്കിൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഇനി സെല്ലിംഗ് പ്രൈസ് കാണാനാണെങ്കിലോ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 1 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഹോൾ ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യേണ്ടത്. നമ്മൾ സക്സസീവ് ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് P ആയിട്ട് എടുക്കുകയാണ്. പിന്നെ സക്സസീവ് ഡിസ്കൗണ്ട്സ് നമ്മൾ R1%, R2% എന്നൊക്കെ പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കാണാനുള്ള ഇക്വേഷൻ P ഇൻറ്റു 1 മൈനസ് R1/100 ഇൻറ്റു 1 മൈനസ് R2/100 ഇൻറ്റു എക്സെട്ര എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, അതായത് 15% ഡിസ്കൗണ്ടിൽ മാർക്കറ്റ് പ്രൈസിൻ്റെ വിലയിൽ നിന്ന് ഒരു 650 രൂപയ്ക്കാണ് എന്ത് വിറ്റത്, ഒരു സാധനം വിറ്റത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, SP = 680 ആണ് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 15% ആണ്. മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, SP = MP × 1 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസ് = 800 എന്ന് കിട്ടും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണേണ്ടത് സെല്ലിംഗ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് MP തന്നിട്ടുണ്ട് 1000 ആണ്. അതുപോലെ സക്സസീവ് ഡിസ്കൗണ്ട്സും തന്നിട്ടുണ്ട് 10%ഉം 5%ഉം. നമുക്കറിയാം അതാണ് R1 ഉം R2. മാർക്കറ്റ് പ്രൈസും സക്സസീവ് ഡിസ്കൗണ്ട്സ് R1 ഉം R2 ഉം തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഏതാണ്? SP = M × 1 മൈനസ് R1/100 ഇൻറ്റു 1 മൈനസ് R2/100 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് SP = 855 എന്ന് ആൻസർ വരും. അടുത്തതൊരു റിസൾട്ടാണ്, അതായത് R1 R2 എന്ന് പറയുന്നത് രണ്ട് സക്സസീവ് ഡിസ്കൗണ്ടുകളാണെങ്കിൽ നമുക്ക് സിംഗിൾ ഇക്വലൻറ്റ് ഡിസ്കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R1 + R2 മൈനസ് R1 R2 ഡിവൈഡഡ് ബൈ 100 ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സിംഗിൾ ഇക്വലൻറ്റ് ഡിസ്കൗണ്ട് നമ്മൾ പഠിച്ച ആ ഒരു ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കുക. അതായത് ഇതിൽ R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഇനി വേറൊരു റിസൾട്ടാണ്, അതായത് R1 R2 കൂടാതെ R3യും കൂടി സക്സസീവ് ഡിസ്കൗണ്ട് ആയിട്ട് വന്നാൽ സിംഗിൾ ഇക്വലൻറ്റ് ഡിസ്കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് R1/100 ഇൻറ്റു 1 മൈനസ് R2/100 ഇൻറ്റു 1 മൈനസ് R3/100 ഇൻറ്റു ഹോൾ ഇൻറ്റു എന്ത് ചെയ്യുക, 100 ചെയ്യുക. ഇത് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്, R3 തന്നിട്ടുണ്ട്. 10 എന്ന് പറയുന്നത് R1, 20 എന്ന് പറയുന്നത് R2, 15 എന്ന് പറയുന്നത് R3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നേരെ ഇക്വേഷനിൽ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇനി വേറൊരു റിസൾട്ട് നോക്കാൻ പോവുകയാണ്. പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ R ആയിട്ടും ഡിസ്കൗണ്ട് സ്മോൾ R ആയിട്ടും എടുക്കുകയാണെങ്കിൽ MP മാർക്കറ്റ് പ്രൈസ് = CP കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ 100 മൈനസ് സ്മോൾ R ആയിരിക്കും. ഇനി CP = എന്തായിരിക്കും? MB ഇൻറ്റു 100 മൈനസ് സ്മോൾ R ഡിവൈഡഡ് ബൈ 100 പ്ലസ് ക്യാപിറ്റൽ R ആയിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 1100 ആണ്. ക്യാപിറ്റൽ R അതായത് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 10 ആണ്. സ്മോൾ R ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് 10 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കാണാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? CP = MP ഇൻറ്റു 100 മൈനസ് സ്മോൾ R ഡിവൈഡഡ് ബൈ 100 പ്ലസ് ക്യാപിറ്റൽ R ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് CP = 900 എന്ന് ആൻസർ വരും. ഒരു റിസൾട്ട് നോക്കാം, അതായത് ഒരു മെർച്ചൻറ്റ് സ്മോൾ R പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വെച്ച ശേഷം അയാൾ എന്ത് ചെയ്യാണ്? മാർക്കറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യാണ്. അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ക്യാപിറ്റൽ R പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് സ്മോൾ R പ്ലസ് ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ 100 മൈനസ് സ്മോൾ R ഇൻറ്റു 100% മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു ഷോപ്പ് കീപ്പർ മാർക്ക് ചെയ്ത വിലയിനേക്കാളും എന്ത് ചെയ്യാണ്? ഒരു 10% ഡിസ്കൗണ്ട് അനുവദിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ 20% ലാഭം ലഭിക്കാൻ MP CP യേക്കാൾ എത്ര വലുതായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഇതുപോലെ വാട്ട് പെർസെൻറ്റേജ് MP ഈസ് ഹയർ ദാൻ CP എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു ഇക്വേഷൻ കൊടുക്കേണ്ടത്. സ്മോൾ ആർ പ്ലസ് ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ 100 മൈനസ് സ്മോൾ ആർ ഇൻറ്റു 100%. ഇവിടുത്തെ സ്മോൾ ആർ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10%, അതുപോലെ തന്നെ ഗെയിൻ പെർസെൻറ്റേജ് ക്യാപിറ്റൽ ആർ 20% ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 100/3 33.3% എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് റിസൾട്ട് പറയുന്നത് ഒരു ഷോപ്പ് കീപ്പർ സ്മോൾ R1% ഡിസ്കൗണ്ട് ഒരു പ്രൊഡക്റ്റിൽ അനുവദിച്ചു. പിന്നെ MP ഈസ് R% മോർ ദാൻ CP യും ആണെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷനാണ് സ്മോൾ r ഇൻറ്റു 100 മൈനസ് R1 ഹോൾ ഡിവൈഡഡ് ബൈ 100 മൈനസ് R1 എന്ന് പറയുന്ന ഇക്വേഷൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് പ്രൈസ് 10% എന്ന് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് ആണ് സ്മോൾ r. പിന്നെ ഡിസ്കൗണ്ട് ഓഫ് 20%. ഡിസ്കൗണ്ട് എന്ന് പറയുന്നതാണ് R1 എന്ന് പറയുന്നത് 20%. നമുക്കിവിടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ലോസ് പെർസെൻറ്റേജും കണ്ടുപിടിക്കാം, പ്രോഫിറ്റ് പെർസെൻറ്റേജും കണ്ടുപിടിക്കാം. സെയിം ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ നെഗറ്റീവ് ആണ് ആൻസർ വരുന്നതെങ്കിൽ അവിടെ ലോസ് ആയിരിക്കും, പോസിറ്റീവ് ആണ് ആൻസർ വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുമുണ്ട് ഫൈൻഡ് ഈസ് ലോസ് പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം തന്നെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ലാസ്റ്റ് എന്താ വരുന്നത്? -12 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അവിടുത്തെ ലോസ് എന്ന് പറയുന്നത് 12 ആണെന്ന് മനസ്സിലായി, ലോസ് പെർസെൻറ്റേജ് 12 ആണെന്ന് മനസ്സിലായി. ആൻഡ് ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.